മോദിജിക്ക് പൗരത്വം തെളിയിക്കുന്ന രേഖയുണ്ടോ? അതെന്തിനാടാ അങ്ങനത്തെ ഒരു കോപ്പിലെ ചോദ്യം? അല്ല മോദിജി, നമ്മളെല്ലാവരുടെയും രേഖ ചോദിക്കുകയാണല്ലോ. മോദിജിയുടെ രേഖ ഒന്ന് എനിക്ക് കാണിക്കണമെന്ന് തോന്നി. കാരണം സോഷ്യൽ മീഡിയകളിലൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്. അതുകൊണ്ട് മോദിജി ആ രേഖയൊന്ന് തരാൻ വേണ്ടി പറ്റുമോ? എടോ, ഞാൻ ജന്മനാ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് രേഖകളുടെ ഒന്നും ആവശ്യമില്ല. അല്ല മോദിജി, നിങ്ങൾ ജന്മനാ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ജന്മന ഇന്ത്യൻ പൗരന്മാരല്ലേ? അതെങ്ങനെ ശരിയാകും? ഞാൻ മാത്രമാണ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളത്, ഞാൻ മാത്രമാണ് ഇന്ത്യയിലെ ഏക പൗരൻ. അല്ല മോദിജി, ഇതെന്ത് കോപ്പിലെ വർത്താനമാണ്? നിങ്ങൾ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പെടാപ്പാടുപെടുന്ന സംഘമിത്രമാണ് മോദിജി. എടാ കുറുപ്പേ, പറഞ്ഞത് കേട്ടാൽ മതി. നിനക്കും നമ്മളെ പിന്തുണക്കുന്ന ആളുകൾക്കും ജന്മനാ പൗരത്വമുണ്ട്. നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ആളുകളുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഓഹോ, എന്നാ ശരി മോദിജി, എന്നാ ശരി, ഞാൻ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോയേക്കാം. എന്തായാലും എനിക്ക് പൗരത്വമുണ്ടല്ലോ, അത് മതി. ഇതാണ് ഇന്ത്യ രാജ്യത്തെ നിലവിലെ അവസ്ഥ. മോദിജിയെ അനുകൂലിക്കുന്ന ആളുകൾ, BJP പാർട്ടിയിലുള്ള ആളുകൾ, അവർക്ക് പൗരത്വം തെളിയിക്കാൻ രേഖകളൊന്നും ആവശ്യമില്ല. അവര് ജന്മനാ പൗരന്മാരാണ്. നമ്മളൊക്കെ പാകിസ്ഥാനിലെ കാട്ടിനുള്ളിൽ ജനിച്ചതാണല്ലോ. ഒന്ന് എണീറ്റ് കൊണ്ട് പോടോ നിങ്ങളുടെ ഈ പൗരത്വ രേഖ. ഇതും കൊണ്ട് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് വാ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വാ. അപ്പോ നരേന്ദ്രമോദിയും ഹരിയാനയിലെ മനോഹർ ലാൽ ഖട്ടറും ഒക്കെ പറഞ്ഞ അതേ മറുപടി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയുടെ പൗരത്വ രേഖ ചോദിച്ചപ്പോൾ പറയുകയാണ്, മോദിക്ക് പൗരത്വത്തിന്റെ ഒന്നും ആവശ്യമില്ല. മോദി 1955 പൗരത്വ നിയമപ്രകാരം അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് പോലും. മോദിക്ക് പൗരത്വ രേഖ വേണ്ട. അതേപോലെ തന്നെ ഹരിയാനയിലെ ഒരു വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള PP കപൂർ, ഹരിയാനയിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ BJPയുടെ പ്രമുഖ നേതാവായിട്ടുള്ള മനോഹർ ലാൽ ഖട്ടറിന്റെ പൗരത്വ രേഖ ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശ ലെറ്റർ അല്ലെങ്കിൽ കത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകിയപ്പോൾ ആ ഉദ്യോഗസ്ഥർ തിരിച്ചു മറുപടി നൽകിയത് ഇങ്ങനെയാണ്. എന്താണെന്നറിയുമോ? പൗരത്വം തെളിയിക്കുന്ന രേഖ ഹരിയാന മുഖ്യമന്ത്രിയുടെ പക്കലിൽ ഉണ്ടോ എന്നറിയില്ല, നിലവിൽ ഞങ്ങളുടെ കയ്യിൽ അത് ലഭ്യമല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി. വേണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ, ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് പൗരത്വ രേഖയില്ല, ഹരിയാനയിലെ ഗവർണറിന് പൗരത്വ രേഖയില്ല, ഹരിയാനയിലെ BJPയുടെ പ്രമുഖ മന്ത്രിമാർക്ക് പൗരത്വ രേഖകളില്ല, നരേന്ദ്രമോദിക്കും പൗരത്വ രേഖകളില്ല, BJPയുടെ ഒട്ടുമിക്ക നേതാക്കൾക്കും പൗരത്വ രേഖകൾ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാലോ ഇവിടുത്തെ സാധാരണക്കാരന്റെ പൗരത്വ രേഖ അവർക്ക് ആവശ്യമാണ്. എടോ, ആദ്യം നിങ്ങളുടെ പൗരത്വ രേഖകള് പരസ്യമായി ഒരു പൊതുജന പരിപാടി സംഘടിപ്പിച്ചിട്ട് അവിടെ തെളിയിച്ചിട്ട് താ. എന്നിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. അതായത് ചെയ്യുമോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ സമ്മതിച്ചു തരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പൗരത്വം കാണിക്കുക. BJP പ്രവർത്തകര് ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയകളിൽ ന്യായീകരിക്കുന്നവർ. അവരൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഈ പൗരത്വ രേഖ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം കാണിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഹൈന്ദവർക്ക്, ക്രൈസ്തവർക്ക്, സിഖ് മതവിശ്വാസികൾക്കൊക്കെ കാണിക്കേണ്ട ഒരു രേഖയാണ് എന്നുള്ളത്. അങ്ങനെയല്ല. ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞങ്ങളത് നിലവിൽ അനുസരിക്കാത്തത് അല്ലെങ്കിൽ അതിനെ പിന്തുടരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭരണഘടനയ്ക്ക് ലംഘനമായതുകൊണ്ടാണ്, നിങ്ങളുടെ ഭരണഘടനയ്ക്കല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടനയ്ക്ക് ലംഘനമായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കത് വിശ്വാസമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗരത്വ രേഖ ചോദിക്കാൻ ഒരു അർഹതയുമില്ല. അത് മാത്രമല്ല, ഇനി അഥവാ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പൗരത്വ രേഖ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രേഖയൊന്ന് കാണിക്കണം, എന്നിട്ട് നമുക്ക് നോക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.